പൈക്കച്ചവടത്തിന് തോത്ത് കയറിയത് വയനാട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ചാടക്കൂല അതെല്ലാം പറയ് എങ്ങനെ ചെയ്ത് പറയും എങ്ങനെ ആ നമ്മക്ക് നിങ്ങളെ പൈസ എണ്ണല്ല പരിപാടി. പജ്ജിന് വില ഉണ്ടെങ്കിൽ പറയും, അതിനനുസരിച്ച് പറയും. അല്ല പറഞ്ഞത് നിങ്ങൾ പൈസ എണ്ണല്ല വെച്ച് പണി, അതുകൊണ്ട് കാര്യമല്ല. നമുക്ക് ടസറിയിലല്ല പണി. പജ്ജിന് വില ഉണ്ടെങ്കിൽ പറയും. ആ പജ്ജിന് അത് പൈസ ഇല്ലെങ്കിൽ പജ്ജിനെ കൊണ്ടേക്കൂലേ, അതല്ലാതെ. ഇത് നിങ്ങളെ വണ്ടി കയറൂല എന്നുള്ളു കാക്കോ. നിങ്ങളെ വണ്ടി കയറൂല കയറൂല നമ്മ സാർ അത് ആ വെറുതെ പുടിമലി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങളെ വണ്ടി കയറൂല. നിങ്ങളെ കായ് ബസ്സേര് വാങ്ങി വെച്ചു, അത് യാതൊരു അംശമില്ല. അതല്ല പറഞ്ഞേ, നിങ്ങളെ കായ് ബസ്സേര് വാങ്ങിച്ചു. നിങ്ങളെ കാലാരണത്തിന് നിങ്ങളിങ്ങനെ പജ്ജിന് ആഴ്ചക്ക് 500-1000 ഉറുപ്പ്യ നിങ്ങൾ ചട്ടിപ്പറമ്പ് ചന്തിക്ക് വരുമ്പോൾ ചിലവാകണില്ലേ? 500 തരണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞു തന്നാൽ മതി. അത് നടക്കൂല. 500 തരണ്ട. നിങ്ങൾ ആദ്യം പറഞ്ഞു തന്നാൽ മതി. മനസ്സിലായി? ഈ തയമ്പിന് കൊടുക്കണ്ട കായ്. ഇതിന് ആശേരാളോട് ഉണ്ടാക്കിച്ചൊന്നല്ലല്ലോ ഇത്, അല്ലേ? ഇത് ആശേരാളോട് ഉണ്ടാക്കിച്ചല്ല, ഈ തയമ്പിന് കൊടുക്കണം അതിന് കായ്. ആ അതിന്റെ കായ് തരി, അതാ പറയണേ. ആ അതല്ല അതിന് നടക്കണ കാര്യമല്ലത്. അത് നടക്കൂല. അത് നടക്കാത്ത കാര്യം പറഞ്ഞ കാര്യമല്ലത്. നിങ്ങളെ വണ്ടിയിൽ കയറൂല, അതാ പറഞ്ഞത്. അതന്നെ ഈ തയമ്പിന്റെ കായണ്ട്. ആ അല്ലാന്ന് ഇത് നിങ്ങൾ വെയിലത്ത് ആടുന്ന മുട്ട അല്ലതേ. ഇത് മൂക്കുമ്പോ ഒന്നും വസറപ്പൊട്ടൂല. നിങ്ങൾ വെയിലത്തല്ല തിജ്ജത്ത് കൊണ്ട് കിട്ടാലൊന്നും മൂക്കുമ്പോ ഒന്നും വസറപ്പൊട്ടൂല. ആ ഇത് നിങ്ങൾ കയറൂല. നിങ്ങൾ എത്ര വന്ന് നിങ്ങൾ 5000 കൂട്ടിയാലോ നിങ്ങളെ വൈത്താലെ പോരൂലത്. പിന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാലോ ഇത് ഇവിടുന്ന ഇത് 55-ന് 60-നൊക്കെ ചോദിച്ചിട്ട് ചോദ്യത്തിന് ഇപ്പൊ മുതലിപ്പോ കിട്ടൂല. ഇത് പജ്ജറിയണോ എത്രക്കും വാങ്ങും. 10 സെന്റ് സ്ഥലം വിറ്റ് വാങ്ങും പജ്ജറിയണോ. അത് നിങ്ങൾക്കറിയോ? ആ ഇതെന്താ ഇത് തയമ്പൻ? അതും തയമ്പനാണല്ലോ. നമ്മളത് പറഞ്ഞില്ലല്ലോ. ആ ഈ തയമ്പുള്ള വേറെ ഉണ്ട് ചെത്തി, അതും തയമ്പന്നെ ഉള്ളത്. ആ അതന്നെ. നിങ്ങൾ അതുവരെ സ്കൂൾ പഠിച്ചിട്ടുള്ളൂ. അത് അതിന്റെ മേലക്ക് ഇങ്ങോട്ട് എണ്ണ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ വണ്ടി കയറൂല, അതോട്ടാ പറയണത്. നിങ്ങളേ ഉറക്കത്തിൽ ഇങ്ങനെ കാണും. നിങ്ങൾ ഇവിടുന്നേ ഇത് നിങ്ങൾ വാങ്ങാതെ പോയിട്ട് നിങ്ങൾ കുഞ്ഞുകോയാക്കാന്റെ ചെറുക്കൻ്റെ പൈക്കുട്ടി ഉണ്ടെന്നുള്ള ഉറക്കത്തിൽ ഇങ്ങനെ പിച്ചും പേയും പറയും. ആ അതങ്ങനെ ഉറക്ക് വരൂല. അത് വരൂല. കാരണം അതങ്ങനെ ഉറക്കത്തിൽ പിച്ചും പേയും പറയും. നിങ്ങള് മനസ്സിലായി? ഈ പെയിന്റ് അടിച്ചാൽ എത്ര ഉറപ്പ് എടുക്കണം? ഈ കളറില് അതിന്റെ കായേറി ഈ കളറിൽ പെയിന്റ് അടിക്കാരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട എന്തേ കൊടുക്കണം നിങ്ങൾ ഈ പറയണത്? ഇത് വെറുതെ ആരെയും തരോ? ആ ഇത് 55-നോ 53-നോ ചോദിച്ചാൽ ഏത് മണ്ണുമ്പോ നാട്ടിന്? ആ 1.5 ലക്ഷം. ഈ ലക്ഷത്തിനൊന്നും ഇപ്പൊ ഒരു വിലയില്ല. ഇതിന് 2 ലക്ഷത്തിന് നമ്മള് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ 10 സെന്റ് സ്ഥലം വിറ്റ് വാങ്ങും പജ്ജറിയണോ, അല്ലാത്തവനൊക്കെ പജ്ജ. ഇങ്ങളെ കായ്ങ്ങൾക്ക് അങ്ങനത്തെ കായ് എത്ര? നിങ്ങൾ കായ് കെട്ടിയാലും ഇളക്കണ ആൾക്കാരല്ല. നിങ്ങള് കാലിന് മുട്ട ഇറക്കേണ്ട ആൾക്കാരല്ല കായ് കെട്ടി കണ്ടു വെക്കണത്. അങ്ങനത്തെ 3 കെട്ടുകൊണ്ടുണ്ടെങ്കിൽ കൊണ്ടുവരാന്നെങ്കിലേ നടക്കുള്ളൂ. അങ്ങനത്തെ 3 കെട്ടുകൂടി ഉണ്ടായാലും നിങ്ങളെ വൈത്താൽ ഈ സാധനം പോരൂല. നിങ്ങൾ കായിന്റെ ഇറങ്ങേണ്ടത് തന്നെ നടക്കണല്ലേ. ഈ ശോകത്തിനെ ഇതേ ഇടയ്ക്ക് വെള്ളക്കുപ്പായിട്ട് കണ്ടെങ്കിൽ ഒന്നുണ്ടായിക്കാൻ നിങ്ങൾ പജിനെ തൊട്ടുള്ളിന്നാലും ഉള്ളു വാലുകൊണ്ടൊന്നും മിന്നാൻ വരൂല. ആധാരം പൈക്കുട്ടി ഇത് പജ്ജ് നിറഞ്ഞാട്ടിട്ടു. ആ അതന്നെ. നിങ്ങൾ വെള്ളക്കുപ്പായം ചളി വെക്കൂല കറക്കുമ്പോ. അതിന്റെ പള്ളന്റെ ഉള്ളിൽ 7 മാസം ചാനലിലേക്ക് അതിന് കായങ്ങൾ തരണ്ടേ. ആ അതന്നെ പറഞ്ഞത്. പബ്ലിക് ആക്കണ്ട. നിങ്ങൾ എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. നിങ്ങളെ വണ്ടി കയറൂല. അത് പജ്ജിന്റെ വില കൊടുക്കുക. അതല്ല പറഞ്ഞേ. ഞാൻ പോവാൻ പറയില്ല. നമ്മളെ എന്താന്നല്ലോ. പോവാൻ ഞാൻ പറയില്ല. നമ്മളതൊന്നല്ലത്. പോയിക്കോന്ന് പറയണെങ്കിൽ നമ്മളതല്ലത്. ആ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നോക്കേ വേറൊന്നും വേണ്ട.
ഒരു അണ്ണന്മാരെ വിളിച്ച് ഇത്ര ഏക്കരത്തിൽ മണ്ണ് ചവിട്ടി കൂട്ടണമെങ്കിൽ എത്ര ഉറപ്പ് കൊടുക്കണം? ഇത് ചോദിച്ചാൽ സന്തോഷുള്ളൂ. അല്ല അതല്ല, ഒരു അണ്ണന്മാരെ വിളിച്ചിക്കാണ്ടേ ഇത്ര ഏക്കരത്തിൽ മണ്ണ് ചവിട്ടി കൂട്ടണമെങ്കിൽ എത്ര ഉറപ്പ് കൊടുക്കുക? ആ കായം കൊണ്ടാ ഇത് എത്രക്കോ ചോദിച്ചോ. പിന്നെ ഈ ചിത്രപ്പണിൻ്റെയും കായും കൊണ്ടാ എത്ര കളറുണ്ടായി നോക്കാം. ഒരു പെയിൻ്റ് അടിക്കാരനെ വിളിച്ചുകൊണ്ട് ഈ കളറിൽ എത്ര ചിത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉറപ്പ് കൊടുക്കണം അല്ലേ? ഇത് ഇനി കുട്ടികളെ തലയ്ക്ക് വണ്ടി കയറി ചവിട്ടി കുത്തിച്ച് ബാക്ക് കൂടി കറക്കണം, ബാക്ക് കൂടി കറക്കാം, മുന്നിൽ കൂടി കറക്കണേ. അതാണ് ഇതാണ്ടോ ഒരു പൈപ്പ് തരൂല അങ്ങനെ, ഒരു PVC പൈപ്പ് തരൂല അങ്ങനെ. അടക്ക എന്നോടേ 90,000 റുപ്യ പജ്ജു വില തരുന്നു. ഞാൻ 90,000-ന് വാങ്ങിക്കൊണ്ട് എന്നോട് ഈ പറഞ്ഞ വർത്തമാനല്ല അവിടേക്ക്. അതല്ല ബൈക്കള് ചങ്ങ ഇപ്പൊ 1,20,000 റുപ്യക്ക് ചെൻപജ് വാങ്ങിയ എന്റെ വാപ്പ. 1,20,000 റുപ്യക്ക് ചെൻപജ് വാങ്ങിയ വാപ്പാണ്. അതിന് നമ്മൾ എത്ര തന്നെയല്ലോ വാപ്പ അതിൻ്റെ ഉള്ളിൽ കച്ചവടം ഉണ്ട്. അപ്പൊ തോത്തിലുണ്ട്. അങ്ങനത്തെ നമ്മള് ലക്ഷത്തിന് എത്ര ഇതുണ്ടെങ്കിലും പൈക്കച്ചവടത്തിൽ പേടില്ലാത്ത ആൾക്കാരാണ് നമ്മളുള്ളൂ. അതിങ്ങനെ എത്ര ഇതുണ്ടെങ്കിലും ഈ പീച്ചൽ ഇതിങ്ങനെ ചുരപ്പ് പുണ്ണെടുത്തോളം ആ കന്ന് പേപ്പിച്ചില്ല. മറ്റേ 2 പീച്ചൽ കജുണ്ട് മൊലികട ഇറങ്ങിയത് കിട്ടും എന്നല്ലാതെ 2 പീച്ചലിലെ പീച്ചാ കജു. ഇതല്ല, കൊടുക്കുന്നിടത്തോളം ഇങ്ങനെ അഞ്ഞി ഉണ്ടോ വെച്ചിട്ട് കേട്ടോ. അത് കൊണ്ടേക്കോളേ, ഇന്ന് കൊണ്ടേ നാളെ പാത്രം കൗത്തിയേക്കണ്ടേയില്ല, അത് ഉറപ്പാ. ഇതൊക്കെ നമ്മൾ ഓരോന്ന് കറന്നിട്ട് വരുന്ന പൈക്കളാണ്. അതാ പറയാൻ കാരണം. ഞാൻ അയിമന്ന് കുത്തി കൊടുത്ത അയിമന്ന് കുത്തി കൊടുത്തു. കൊണ്ടുവെക്കാൻ പറ്റിയ മോലിപ്പുറ കാക്കാൻ്റെ കുട്ടിയെ കാക്കാന്റെ ജീവിതകാലത്ത് ഈ ഉത്തരവ് ഒഴിവാക്കില്ല. 7 മാസം കഴിയും. ഈ പൈസ ഇവിടെ തരണ്ട. അതിന് വേറൊരു കാര്യം പറയാം. നാളെ നോക്കിച്ചിട്ട് കാക്കാക്ക് പൈസ കൊടുത്ത് വെച്ചാൽ മതി. 7 മാസം കഴിഞ്ഞപ്പോഴൊന്ന് പറയുകയാണെങ്കിൽ പൈസ സർട്ടിഫിക്കറ്റ് വരും. സർട്ടിഫിക്കറ്റ് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാൽറ്റാട്ടിന് പറയാത്തിന് ചെലവില്ലെന്ന് പറഞ്ഞാൽ ഓൻ്റെ നാടും ഓൻ്റെ സ്ഥലവും ഓൻ്റെ നമ്പറും ഓൻ്റെ സീലും തരണം. അങ്ങനെ ചന്തിയിലെ ചെങ്ങൾക്ക് പൈസ മുടക്കണ്ടല്ലോ. നിങ്ങൾ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് പറഞ്ഞു തന്നാ മതി. എന്താ ഒരു ഉറുപ്പ തരണ്ട, ഒരു കഴിഞ്ഞിട്ടും തരണ്ട. പൈസ ഭയങ്കര പരിശോധിച്ചിട്ട് 7 മാസം തരേണ്ടി തന്നാ മതി. അല്ലെങ്കിൽ പൊച്ച എനിക്ക് ഫ്രീ ആയിട്ട് തരും. അല്ലെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുവരണം. അവിടെ ഒന്ന് കൊണ്ടുവരണം. ഇജ്ജ് കൊടുത്തേക്കുന്ന വണ്ടിക്കും എന്റെ കൂലി ഇജ്ജ് എനിക്കൊന്നൊരു 5,000 റുപ്യ കൂലിട്ടൊന്നും കണക്കൂട്ടി ആ കൂലി കണക്കൂട്ടി വെച്ചോ. വണ്ടിന്റെ വാടകയ്ക്ക് അതിലേറെ കിട്ടോ. ഒരു കളക്ടർ സംഭവം അതാ പറയുന്നത്. 80 റുപ്യ ചോദിച്ചു 75 റുപ്യ എനിക്ക് തരാം. ഒരു എന്ത് കേട്ടൊക്കെ ഇതെന്റെ ജി കാക്കാൻ വേണ്ടി ഈ തരതാ. ഇതാ ഈനം തൊട്ട് പുക്കൾ വരെ മടി വരുന്ന വരെ ഇതിനകത്താണ്. ഇതാട്ടാ ഇതാ ഇടക്കെ കാണുന്നുണ്ടോ? ഈ ചക്കം കാട്ടിനടിച്ച് മുരുക്കുട്ടിയാണ്. കറാമത്തന്നെയല്ലേ ഇപ്പൊ ഇതൊക്കെ. അല്ല മുരുക്കുട്ടിയല്ലേ ഇച്ചെടുത്തോ? അതല്ലടാ പറയുന്നത്. അങ്ങനെ അരിപ്പറച്ച് അറിയില്ലേ? കാക്കോട്ടി അറിയില്ലേ? 200 റുപ്യ മുദ്രപേപ്പിൽ എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കാലത്തിന്. 28 ദിവസം പറ്റില്ലെങ്കിൽ പണത്തിന് 200 റുപ്യ മുദ്ര നടക്കൂല. ഒരു 500 റുപ്യ. എനിക്ക് 500 റുപ്യ മുദ്രപേപ്പ് എന്നെ കണ്ടാൽ തന്നെ അറിയാം. 500 മുദ്രപേപ്പിനായിരുന്നു. എടാ എന്താ നിത്തട മോതല് എന്തടാ മോല് അങ്ങനെ വർത്താനം പറയുന്ന ആണ് ഇവിടെ ആരടാ? ഉണ്ടോ? ഒരു ഉറുപ്പ തരണ്ടടാ കൊണ്ടുപോയിട്ട്. പിന്നെ 7 മാസം കഴിഞ്ഞിട്ടില്ല അവരാണെങ്കിൽ.